മുടക്കം വരുത്താതെയും സ്ഥിരതയാർന്ന തോതിലും ഡിവിഡൻഡ് അഥവാ ലാഭവിഹിതം കൈമാറുന്ന കമ്പനികളുടെ ഓഹരികൾ കൈവശമുണ്ടെങ്കിൽ രണ്ട് രീതിയിലുള്ള നേട്ടമാണ് ദീർഘകാലയളവിൽ നിക്ഷേപകരെ കാത്തിരിക്കുന്നത്. കമ്പനിയുടെ അടിസ്ഥാനപരമായ ഘടകങ്ങൾ മെച്ചപ്പെടുന്നതിലൂടെ കാലക്രമേണ ഓഹരിയുടെ വിപണിയിൽ കൈവരിക്കുന്ന വർധന കാരണം കരഗതമാകാവുന്ന മൂലധന നേട്ടമാണ് ഒന്നാമത്തെ ഗുണഫലം. അതുപോലെ ഇടവേളകളിൽ കമ്പനിയിൽ നിന്നും കൈമാറുന്ന ലാഭവിഹിതം മുഖേന നിക്ഷേപകരുടെ പക്കലേക്ക് എത്തിച്ചേരുന്ന അധിക വരുമാനമാണ് രണ്ടാമത്തെ നേട്ടം. അതായത് മികച്ച ഡിവിഡൻഡ് ഓഹരി മുഖേന നിക്ഷേപകർക്ക് ഇരട്ട നേട്ടം കരഗതമാകാമെന്ന് സാരം. അതിനാൽ താരതമ്യേന ഉയർന്ന ഡിവിഡൻഡ് ഈൽഡ് രേഖപ്പെടുത്തുന്ന ഓഹരികൾ നിക്ഷേപകർക്ക് പ്രിയമേറിയതുമാകുന്നു. ഒരു ഓഹരിയിൽ നിന്നും ഡിവിഡൻഡ് ഇനത്തിൽ നിക്ഷേപകരുടെ പക്കലേക്ക് ഒരു വർഷത്തിനിടെ എത്തിച്ചേരുന്ന വരുമാനത്തെ ഓഹരിയുടെ നിലവിലെ വിപണി വിലയുടെ ആനുപാതികമായി ശതമാനാടിസ്ഥാനത്തിൽ സൂചിപ്പിക്കുന്നതാണ് ഡിവിഡൻഡ് ഈൽഡ്. അതായത് ഓഹരി വിലയും പ്രതി ഓഹരി കിട്ടുന്ന ഡിവിഡൻഡും തമ്മിലുള്ള ഒരു സാമ്പത്തിക അനുപാതമാണ് ഡിവിഡൻഡ് ഈൽഡ്. അതിനാൽ എത്രത്തോളം ഡിവിഡൻഡ് ഈൽഡ് ഉയർന്നതാണോ നിക്ഷേപത്തിന് ആനുപാതികമായി അത്രയും അധികം ഡിവിഡൻഡും ആ ഓഹരിയിൽ നിന്ന് ലഭിക്കുമെന്ന് ചുരുക്കം. ഈ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ 6% മുകളിൽ ഡിവിഡൻഡ് ഈൽഡ് രേഖപ്പെടുത്തുന്ന 4 മുൻനിര ഓഹരികളെ പരിചയപ്പെടാം. നിലവിൽ രാജ്യത്തെ വൻകിട വാണിജ്യ ബാങ്കുകൾ ഒരു വർഷത്തേക്കുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് നൽകുന്ന പലിശയേക്കാൾ ഉയർന്ന വരുമാനം ഈ ഓഹരികളിൽ നിന്നും ഇതേ കാലയളവിനിടെ ഡിവിഡൻഡ് ഇനത്തിൽ നിക്ഷേപകർക്ക് കിട്ടിയിട്ടുണ്ടെന്നതും ശ്രദ്ധേയം. നിലവിൽ ഉയർന്ന ഡിവിഡൻഡ് രേഖപ്പെടുത്തുന്ന നിഫ്റ്റി 500 സൂചികയുടെ ഭാഗമായ 4 ഓഹരികളുടെ വിശദാംശങ്ങൾ നോക്കാം. മുടക്കമില്ലാതെ നിക്ഷേപകർക്ക് ഡിവിഡൻഡ് കൈമാറുന്ന വിഷയത്തിൽ ദീർഘകാല ചരിത്രമുള്ള മൈനിങ് സെക്ടറിലെ വൻകിട സ്വകാര്യ കമ്പനിയാണ് വേദാന്ത ലിമിറ്റഡ്. 2003 സെപ്റ്റംബറിന് ശേഷം ഇതുവരെ 44 തവണയാണ് വേദാന്തയുടെ നിക്ഷേപകർക്ക് ഡിവിഡൻഡ് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 12 മാസത്തിനിടെ 4 തവണയായി പ്രതി ഓഹരി 39 രൂപ വീതമാണ് നിക്ഷേപകർക്ക് ഡിവിഡൻഡ് കിട്ടിയത്. അങ്ങനെ നോക്കുമ്പോൾ വേദാന്ത ഓഹരിയുടെ നിലവിലെ ഡിവിഡൻഡ് ഈൽഡ് 8.9%. ഇത് നിലവിൽ പ്രമുഖ വാണിജ്യ ബാങ്കുകൾ ഒരു വർഷത്തെ ഫിക്സഡ് ഡെപ്പോസിറ്റിന് നൽകുന്ന പലിശയേക്കാൾ ഏറെ ഉയരെയാകുന്നു. തിങ്കളാഴ്ച രാവിലെ 451 രൂപ നിലവാരത്തിലാണ് വേദാന്ത ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. വൻകിട പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഉപകമ്പനിയും പ്രമുഖ ക്രൂഡ് ഓയിൽ ശുദ്ധീകരണശാലയുമാണ് ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. 2004 ഓഗസ്റ്റിന് ശേഷം ഇതുവരെയുള്ള കാലയളവിൽ 16 തവണയാണ് നിക്ഷേപകർക്ക് ഡിവിഡൻഡ് കൈമാറിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷ കാലയളവിലെ കണക്ക് നോക്കിയാൽ ഒരു തവണയെ പ്രതി ഓഹരി 55 രൂപ വീതമാണ് നിക്ഷേപകർക്ക് ലാഭ്യത സമ്മാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ഓഹരിയുടെ നിലവിലെ ഡിവിഡൻഡ് ഈൽഡ് 7.28% തിങ്കളാഴ്ച രാവിലെ 766 രൂപ നിലവാരത്തിലായിരുന്നു ഈ സ്മോൾ ക്യാപ് ഓഹരിയുടെ വ്യാപാരം പുരോഗമിച്ചത്. രാജ്യത്തെ വൻകിട പൊതുമേഖലാ സ്ഥാപനവും ഏറ്റവും വലിയ കൽക്കരി ഖനന കമ്പനിയുമായ കോൾ ഇന്ത്യ ലിമിറ്റഡ് നിക്ഷേപകർക്ക് മുടങ്ങാതെ ഡിവിഡൻഡ് കൈമാറുന്ന കാര്യത്തിൽ മുന്നിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു ഓഹരിയാണ്. 2011 ഫെബ്രുവരിക്ക് ശേഷം ഇതുവരെ 29 തവണയാണ് നിക്ഷേപകർക്ക് ലാഭവിഹിതം കൈമാറിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ 3 തവണയായി 26.35 പൈസ വീതമാണ് കോൾ ഇന്ത്യയുടെ നിക്ഷേപകർക്ക് ഡിവിഡൻഡ് ലഭിച്ചിട്ടുള്ളത്. ഇത് പ്രകാരം ഈ ലാർജ് ക്യാപ് ഓഹരിയുടെ നിലവിലെ ഡിവിഡൻഡ് ഈൽഡ് 6.8%. തിങ്കളാഴ്ച രാവിലെ 386 രൂപ നിലവാരത്തിലായിരുന്നു കോൾ ഇന്ത്യ ഓഹരി വ്യാപാരം ചെയ്യപ്പെട്ടത്. വ്യാവസായികമായി ഏറെ പ്രാധാന്യമുള്ള ലോഹധാതുക്കളായ നാഗം, ഈയം, വെള്ളി എന്നിവയുടെ ഖനനവും സംസ്കരണവും നടത്തുന്ന പ്രമുഖ സ്വകാര്യ കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ്. കേന്ദ്ര സർക്കാർ ഓഹരി വിറ്റഴിച്ചപ്പോൾ വേദാന്ത ലിമിറ്റഡിൻ്റെ ഉപകമ്പനിയായി മാറിയിരുന്നു. എന്നിരുന്നാലും ഹിന്ദുസ്ഥാൻ സിങ്കിൽ 29% ഓഹരികൾ കേന്ദ്ര സർക്കാർ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. അതേസമയം 2003 ഓഗസ്റ്റിന് ശേഷം ഇതുവരെയായി 39 തവണയാണ് ഈ ലാർജ് ക്യാപ് ഓഹരി നിക്ഷേപകർക്ക് ലാഭവിഹിതം കൈമാറിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ 2 തവണയായി 29 രൂപ വീതമാണ് ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെ നിക്ഷേപകർക്ക് ഡിവിഡൻഡ് ഇനത്തിൽ ലഭിച്ചത്. ഇത് പ്രകാരം ഈ ഓഹരിയുടെ ഇപ്പോഴത്തെ ഡിവിഡൻഡ് ഈൽഡ് 6.7%. തിങ്കളാഴ്ച രാവിലെ 436 രൂപ നിലവാരത്തിലായിരുന്നു ഹിന്ദുസ്ഥാൻ സിങ്ക് ഓഹരി വ്യാപാരം ചെയ്യപ്പെട്ടത്. മേൽ സൂചിപ്പിച്ച ഡിവിഡൻഡ് ഓഹരികളെക്കുറിച്ചുള്ള വിവരം പഠനാവശ്യത്വം നൽകുന്നതാണ്. നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശമല്ല. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ ഓഹരിയെക്കുറിച്ച് വിശദമായ പഠനം നടത്തുകയോ അല്ലെങ്കിൽ സെബി അംഗീകൃത സാമ്പത്തിക തുറയുടെ മാർഗ്ഗദർശനം നേടുകയോ ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങളും ETML ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വിഷയമായി വീണ്ടും കാണാം.